ഹായ് മക്കളെ, നിങ്ങൾ ഒരു +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം +1 എന്ന് പറയുന്നത് 10ാം ക്ലാസ് പോലെ പഠിച്ച രീതിയിൽ പഠിച്ചാൽ കിട്ടില്ല എന്നറിയാം. +2 കുട്ടികൾക്ക് ഓണം എക്സാമുള്ള സമയത്തും നിങ്ങൾക്ക് അത്ര കാര്യഗൗരവമായിട്ട് ഓണം എക്സാമൊന്നും പല സ്കൂളുകളും നടത്തിയിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് നേടുക, അതിൽ ഫുൾ A+ഉം ഫുൾ മാർക്ക് നേടുക. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് പോലെയല്ല, ഫുൾ A+നേക്കാളൊക്കെ പ്രാധാന്യം വരുന്നത് ഫുൾ മാർക്കിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫിസിക്സ് ആണോ, അതായത് +1 എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്തത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, മാത്സ് ആണോ, ബയോളജി ആണോ, ഇനി മറ്റേതെങ്കിലും ഇംഗ്ലീഷ് ആണോ, ഏതാ സബ്ജക്റ്റിന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ സബ്ജക്റ്റും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് അഗ്നി എന്ന് പറയുന്നത്. +1 25 വിദ്യാർത്ഥികൾക്കാണ് 520ൽ 520 മാർക്ക് നേടിക്കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, അത്രയധികം കുട്ടികൾക്ക് ഫുൾ മാർക്കാണ്. ഫുൾ A+ അല്ല, ഫുൾ A+ന് വേണം നമുക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല, കാരണം അതിന് മാത്രം കുട്ടികൾ ഫുൾ A+കാരുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, അത്രയും ക്വാളിറ്റിയുള്ള ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് അഗ്നി 3.0 ബാച്ചിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ മാക്സിമം എത്രയും പെട്ടെന്ന്, നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കാണാറുണ്ട്, സർ മനസ്സിലായില്ല എന്നുള്ളൊരു കമൻറ്റ്. എന്താ ഇതിൻ്റെ റീസൺ അറിയോ? പല കുട്ടികളും, എല്ലാ കുട്ടികളും അല്ല ഞാൻ പറയുന്നത്, ചിലപ്പം അന്നായിരിക്കും ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത് വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ആ കുട്ടി വന്നതെങ്കിൽ ആ കുട്ടിക്ക് ആദ്യത്തെ പാർട്ട് കാണാൻ പറ്റില്ല. ഒരുപക്ഷെ ആ കുട്ടി ആദ്യത്തെ പാർട്ട് കാണാതായിരിക്കും സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എത്രത്തോളം ലേറ്റ് ആവുന്നു അത്രത്തോളം പാർട്ടുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ ലൈവുകളുടെയും റെക്കോർഡും അവൈലബിൾ ആണ്. ഇൻ കേസ് ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിപ്പോയി, ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് വന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ കാണുന്ന പാർട്ട് നിങ്ങൾക്ക് ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വന്നാൽ മതി. സോ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിൽ അവൈലബിൾ ആണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളി നോട്ട്സുകളുണ്ട്, അടിപൊളി മൈൻഡ് മാപ്പുകളുണ്ട്, ഇൻസ്റ്റാ ലേണുകളുണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിഡ്ലൻ ബാച്ചാണ്. ഏറ്റവും അഫോർഡബിൾ ആയുള്ള പ്രൈസിലാണ് ഇപ്പോൾ ഓഫറും ഉണ്ട്. സോ മാക്സിമം അത് യൂസ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.